ഹായ് ഓൾ, വെൽക്കം ടു എജുബി. അപ്പോൾ നമ്മുടെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് എക്സാം ഇല്ല, നമുക്ക് +2 ക്വാളിഫിക്കേഷൻ വെച്ചിട്ടാണ് ഇതിന് സെലക്ഷൻ കിട്ടുന്നത്. സെലക്ഷൻ കിട്ടിയതിന് ശേഷം ഒരു ഇന്റർവ്യൂ മാത്രമേ ഇത് കണ്ടക്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇത് അഡ്വർടൈസ്മെന്റ് ഒഫീഷ്യൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണ് ഈ പറയുന്നത്. അപ്പോൾ ഏതൊക്കെ എയർപോർട്ടുകളിലാണ് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതെന്ന് നോക്കാം. തിരുപ്പതി എയർപോർട്ടിൽ 9 വേക്കൻസി, തൃച്ചിയിൽ 23, മധുരൈ 9, ഭുവനേശ്വർ 9, ഉദയ്പൂർ 12. ഇത്രയും വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജൂലൈ 2 വരുന്നത്. ജൂലൈ 2 ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിൽ അടുത്ത് പറയുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് 12th മാർക്ക് വെച്ചിട്ടാണ് സെലക്ഷൻ നടത്തുന്നത്. 12th ഫ്രം എനി അപ്പൊ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് 12ാം ക്ലാസ് ആണ്, +2 ആണ്. With 60% marks for general and 55% for SC/ST candidates. General candidatesന് 60% മാർക്കും SC/ST candidatesന് 55% മാർക്കുമാണ് ആവശ്യപ്പെടുന്നത്. ദെൻ പിന്നെ പറയുന്ന ആപ്ലിക്കേഷൻ ഫീനെ പറ്റി പറയുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് അതും കൂടെ നോക്കിയിട്ട് പോവാം. ആപ്ലിക്കേഷൻ ഫീസ് പറയുന്ന 500 രൂപയാണ് ജനറൽ ആൻഡ് OBC കാൻഡിഡേറ്റ്സിന്. SC/ST EWS ആൻഡ് വുമൻ കാൻഡിഡേറ്റ്സിന് 100 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത്. ദെൻ ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് എന്ന് പറയുന്നത് ഓപ്പണിംഗ് ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ 11/6/2026, ക്ലോസിംഗ് ഡേറ്റ് ഫോർ ഓൺലൈൻ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ജൂലൈ 2 ആണ് വരുന്നത്. ദെൻ സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഇതിലെ എക്സാം വരുന്നില്ല. അപ്പോൾ 12ാം ക്ലാസ്സിന്റെ മാർക്ക് വെച്ചിട്ട് സെലക്ഷൻ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നു കാൻഡിഡേറ്റ്സിനെ. ആ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത കാൻഡിഡേറ്റ്സിന് ഒരു ഇന്റർവ്യൂ നടത്തുന്നുണ്ട്. ആ ഇന്റർവ്യൂവിന്റെ ബേസിലാണ് എന്ത് ചെയ്യുന്നത് ഫൈനലായിട്ടുള്ള സെലക്ഷൻ നടത്തുന്നത്. അപ്പോൾ അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റ് പറയുന്നുണ്ട്. ഈ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണ് നമ്മുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഓക്കെ, ദെൻ ഇതിൽ എന്തൊക്കെ സർട്ടിഫിക്കറ്റ് ആവശ്യം ഉണ്ടെന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. പേ ആൻഡ് അലവൻസ് പറയുന്നത് ഫസ്റ്റ് ഇയറിലത്തേക്ക് 21,500, സെക്കൻഡ് ഇയർ 22,000, തേർഡ് ഇയർ 22,500 ആണ്. അപ്പൊ ഈ 3 ഇയറിലത്തേക്ക് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുള്ളത്. ഓക്കെ, ജനറൽ കണ്ടീഷൻസ് ആണ് പറയുന്നത്, നാഷണാലിറ്റീസിനെ പറ്റിയൊക്കെയാണ് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ഉള്ള കാര്യം പറയുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പം എയർപോർട്ട് അതോറിറ്റിയിലാണ് ജോലി ലഭിക്കുന്നത്, 3 വർഷത്തേക്കാണ്. അപ്പോൾ ഇതിൽ +2 മാർക്ക് മാത്രമാണ് ഇതിലൊരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് സെലക്ഷൻ പ്രോസസ്സിലേക്ക് വേണ്ടിയിട്ടുള്ളത്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കാതെ എല്ലാവരും അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. താങ്ക് യു.